ഹലോ, എല്ലാവർക്കും വത്സബിലേക്ക് സ്വാഗതം. നമുക്ക് ഉണക്കമീൻ പച്ചത്തക്കാളി ഇട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല ഉണങ്ങിയ മത്തിയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നല്ല എരിവുള്ള 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നല്ല പച്ചത്തക്കാളി വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഉണക്കമീൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആണ്. എന്തായാലും നമുക്കൊന്ന് മുറിച്ചിടാം. രണ്ടായിട്ടൊന്ന് മുറിക്കുകയാണ് ഞാൻ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. പച്ചത്തക്കാളി ഇട്ട് വെക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ്. നല്ല നമ്മുടെ ചോറിൻ്റെ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാൻ ചോറ് അല്ലെങ്കിൽ പഴയകഞ്ഞിയൊക്കെ രാവിലെ കുടിക്കുന്നവർക്കാണെങ്കിൽ ഈ കറി നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പച്ചത്തക്കാളി ഇതുപോലെ ചെറിയ കനം കുറച്ചിട്ട് കീറിയിടണം. അതുപോലെ തന്നെ പച്ചമുളക് അതുപോലെ കീറിയിടണം. പിന്നെ ഞാനൊരു കുടംപുളി ഒരെണ്ണ എടുത്തിട്ടുള്ളൂ. ഒന്ന് വെള്ളത്തിനകത്ത് ഇട്ട് കുതിർത്ത് വെച്ചിട്ട് വേണം എടുത്തിടാനായിട്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ഉണക്കമീനായിരുന്നു എനിക്ക് മത്തിയായിരുന്നു കിട്ടിയത്. ഞാൻ കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കുവാണ്. ഇനി പാകത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് അടച്ച് വേവിക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ആയതുകൊണ്ട് പിന്നെ പച്ചത്തക്കാളിയാണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കും, ഒരു 5 മിനിറ്റ് എടുക്കും വേകാനായിട്ട്. അരപ്പ് തയ്യാറാക്കിയാലോ? ഞാൻ അര മുറി തേങ്ങ ചിരണ്ടിയതെടുത്തിട്ടുണ്ട്. മഞ്ഞൾ 1/4 ടീസ്പൂണ്, 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 3/4 ടീസ്പൂണ് മുളക് പൊടി. എരിവുള്ള പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒന്ന് അരച്ചെടുക്കണം വെച്ചാൽ കുഴമ്പ് രൂപത്തിലൊന്നും അരയരുത് കേട്ടോ. ഒരു ചെറിയ അതിന് മുന്നേ ഉള്ള പരുവത്തിൽ, എന്നാൽ തീരെ അരയാതെ ഇരിക്കരുത്. ഒരു ചെറിയ തെരഞ്ഞെടുപ്പോട് കൂടി അരച്ച് എടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയും മീനും ഒക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ പാകത്തിന് നമ്മുടെ അരപ്പ് എടുത്തിരിക്കുകയാണ്. അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ അരപ്പിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വേകണം. അപ്പം നമ്മുടെ അരപ്പും മീനും എല്ലാം വെന്തിട്ടുണ്ട്. അരപ്പും വെന്തിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് കടുകൊന്ന് താളിച്ച് ചേർക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കടുക് സാധാരണ താളിക്കുന്നത്. കടുക് 1/4 ടീസ്പൂണ് ഉലുവ ചേർക്കുകയാണ്. ഉലുവ ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കറികൾക്ക്. അപ്പോൾ കടുക് താളിക്കുമ്പോൾ ഉലുവ ചേർത്ത് താളിക്കും. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില. അപ്പം നമ്മുടെ ഉണക്കമീൻ പച്ചത്തക്കാളി ഇട്ട് വെച്ചത് റെഡിയായിരിക്കണം. എല്ലാവരും ചെയ്ത് നോക്കണം. മത്തി തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ഏത് ഉണക്കമീൻ വേണമെങ്കിലും ഇങ്ങനെ വെക്കാം. അയലയൊക്കെ, ഉണക്ക അയലയൊക്കെ നല്ലതായിരിക്കും ഇതുപോലെ ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് കമൻ്റൊക്കെ ഇടണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.